നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് 2026 ജാനുവരി 3. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അതീവ നിർണായകമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇന്ന് പുലർച്ചെ വെനിസ്വേലൻ സമയം 2 മണിയോടെ അമേരിക്കൻ സൈന്യം അവിടെ ഒരു വമ്പൻ സൈനിക നീക്കം നടത്തിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സദേൺ സ്പിയർ. നിക്കോളാസ് മഡൂറോയുടെ ഭരണകൂടത്തെ ലക്ഷ്യം വെച്ചുള്ള ഈ ആക്രമണത്തിൽ മഡൂറോ തടവിലാക്കപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. എന്താണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത്? ഇതൊരു പുതിയ യുദ്ധത്തിന്റെ തുടക്കമാണോ? നമുക്ക് പരിശോധിക്കാം. ഇന്ന് പുലർച്ചെ കാരക്കാസ് നഗരം സ്ഫോടന ശബ്ദങ്ങളാൽ നടുങ്ങി. വെനിസ്വേലൻ സൈനിക ആസ്ഥാനമായ ഫ്യൂട്ടെ ടിയൂന, ലാ കാർലോട്ട എയർബേസ് എന്നിവിടങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു അമേരിക്കൻ നീക്കം. അത്യാധുനികമായ സ്റ്റെൽത്ത് പോർവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ഈ സർജിക്കൽ സ്ട്രൈക്കിൽ വെനിസ്വേലയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. കൃത്യം 36 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസം പനാമയിൽ നടന്ന ഓപ്പറേഷന് സമാനമായ നീക്കമാണ് ഇപ്പോൾ വെനിസ്വേലയിൽ നടക്കുന്നത്. എന്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഇത്തരമൊരു കടുത്ത തീരുമാനമെടുത്തത്? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, വെനിസ്വേലയിലെ എണ്ണ സമ്പത്തിന്മേൽ റഷ്യയും ചൈനയും നടത്തുന്ന സ്വാധീനം തകർക്കുക. 2, മഡൂറോ ഭരണകൂടം വലിയ തോതിൽ മയക്കുമരുന്ന് കടത്തിന് സഹായം നൽകുന്നു എന്ന അമേരിക്കയുടെ ആരോപണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടലിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ലംഘിക്കാൻ വെനിസ്വേല ശ്രമിച്ചത് സ്ഥിതിഗതികൾ വഷളാക്കി. നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് നിക്കോളാസ് മഡൂറോയെ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്നാൽ വെനിസ്വേലൻ സർക്കാർ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മഡൂറോ ജീവനോടെ ഉണ്ടെന്നതിന് തെളിവ് വേണമെന്നാണ് വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ആവശ്യപ്പെടുന്നത്. ഇതോടെ കാരക്കാസിലെ തെരുവുകളിൽ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ പടരുകയാണ്. ഈ സൈനിക നീക്കം ലോകത്തെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നുറപ്പാണ്. ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരാൻ ഇത് കാരണമാകും. റഷ്യയും ചൈനയും ഈ നീക്കത്തെ രൂക്ഷമായി അപലപിച്ചു കഴിഞ്ഞു. ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിന് കാരണമാകുമോ എന്ന് പോലും പലരും ഭയപ്പെടുന്നു. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ഭൂരിഭാഗം രാജ്യങ്ങളും കരുതുന്നത്. വെനിസ്വേലയിലെ സ്ഥിതിഗതികൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഭരണമാറ്റത്തിനുള്ള തുടക്കമാണോ അതോ വലിയൊരു രക്തച്ചൊരിച്ചിലിന്റെ ആമുഖമാണോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അമേരിക്കയുടെ ഈ ഇടപെടൽ ശരിയാണോ? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.